തിരുവനന്തപുരം നെടുമങ്ങാട് നടന്ന അരുംകൊലയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ്. 5 പേരെ അരുംകൊല നടത്തിയ പ്രതി അഫ്ഫാന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് പ്രതിയുടെ മൊഴി പോലീസ് എടുത്തത്. ഇന്നലെ 5 പേരുടെയും കൊലപാതകത്തിന് പിന്നാലെ എലിവിഷം കഴിച്ച പ്രതി അഫ്ഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു എന്ന് പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിനോട് തന്നെ വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. അതിന് പിന്നാലെ പ്രതി അഫ്ഫാനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അവിടെ വെച്ചാണ് പോലീസ് മൊഴിയെടുത്തത്. തനിക്ക് സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു, അപ്പോൾ പണത്തിനു വേണ്ടിയാണ് ഈ അരുംകൊല നടത്തിയത്. 5 പേരെ കൊലപ്പെടുത്തിയത്. ഉമ്മയടക്കം കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ഉമ്മ രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് പ്രതി അഫ്ഫാന്റെ ഉമ്മ. മറ്റ് 5 പേരെ കൊലപ്പെടുത്തിയെന്ന് ഉറപ്പിച്ച ശേഷം പ്രതി അഫ്ഫാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് യാതൊരു കൂസലുമില്ലാതെ നേരെ കയറി ചെന്ന് പോലീസിനോട് കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. താൻ 6 പേരെ കൊന്ന ശേഷം ഇവിടെ എത്തിയിരിക്കുന്നുവെന്ന് പോലീസിനോട് പറയുകയായിരുന്നു. പോലീസ് ആദ്യം അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. പക്ഷേ പിന്നീട് ഓരോ സ്ഥലത്തും ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് പ്രതി അഫ്ഫാൻ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് പോലീസിന് ബോധ്യപ്പെട്ടത്. 3 സ്ഥലങ്ങളിൽ വെച്ചാണ് 3 വ്യത്യസ്ത ഇടങ്ങളിൽ വെച്ചാണ് പ്രതി അഫ്ഫാൻ 5 പേരെ കൊലപ്പെടുത്തിയത്. അതിന് പിന്നാലെ പോലീസ് പ്രതി അഫ്ഫാനെ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. ഇപ്പോൾ വിവിധയിടങ്ങളിലായി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. SL പുരത്ത് അവിടെ ഇൻക്വസ്റ്റ് നടപടികൾക്കായി പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികൾ അവിടെ പുരോഗമിച്ചു വരികയാണ്. അവിടെ അഫ്ഫാന്റെ പിതാവിന്റെ സഹോദരനെയും ഭാര്യയെയും ലത്തീഫിന്റെ ഭാര്യയുമാണ് അവിടെ വെച്ച് കൊലപ്പെടുത്തിയത്. ഇരുവരുടെയും മൃതദേഹമാണ് ഇനി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ആശുപത്രിയിലേക്ക് മാറ്റാനുള്ളത്. ഇന്നലെ തന്നെ മറ്റ് 3 പേരുടെയും മൃതദേഹം പോലീസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും ഉടനുണ്ടാകും. 5 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും. അതിനുശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇപ്പോൾ SL പുരത്ത് വെച്ച് സ്വാന്തന സാജു ചേരുന്നുണ്ട്. സ്വാന്തന, അവിടെ പ്രതിയുടെ പിതാവിന്റെ സഹോദരൻ ലത്തീഫിന്റെയും ഭാര്യയുടെയും ഇൻക്വസ്റ്റ് നടപടികൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റുമോ? അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്താണ്? ദിവ്യ, ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യം 7 മണിക്ക് തന്നെ ഈ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കിളിമാനൂർ CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഇവിടെ എത്തി ഈ നടപടികളൊക്കെ തന്നെയും പൂർത്തിയാക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മൃതദേഹം ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുക. ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റും നടക്കുക. എങ്ങോട്ടേക്കാണ് ഈ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കൊണ്ടുപോകുന്നത് എന്ന കാര്യം നിലവിൽ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടില്ല. ഈ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമായിരിക്കും അക്കാര്യം വ്യക്തമാക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ 3ാമത് കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ആദ്യം അമ്മയെ ആക്രമിക്കുന്നു, അതിനുശേഷം അച്ഛന്റെ അമ്മയെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. അതിനുശേഷമാണ് ഈ പ്രതി അഫ്ഫാൻ ഇവിടെ എത്തുകയും അച്ഛന്റെ ജ്യേഷ്ഠനായ ലത്തീഫിനെയും അതുപോലെ തന്നെ ഭാര്യയും കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ടൊരു വൈകുന്നേരമായപ്പോഴേക്കുമാണ് ഇയാൾ ഇവിടെ എത്തി ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇന്നലെ ഈ ഡോക്ടർ ഇവിടെ എത്തി മൃതദേഹമൊക്കെ തന്നെയും പരിശോധിക്കുമ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, ഏതാണ്ടൊരു 3 മണിക്കൂർ ആയിട്ടേ ഉള്ളൂ ഈ കൊലപാതകം നടന്നിട്ട്. 3നും 4നും ഇടയിലുള്ള മണിക്കൂറുകൾക്ക് മുമ്പാണ്, 4 മണിക്കൂറിന് മുമ്പാണ് ഈ ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത് എന്നാണ് പറഞ്ഞത്. അത് ഏതാണ്ടൊരു 8 മണിയോട് അടുത്തപ്പോഴാണ്, രാത്രി ഏതാണ്ട് 8 മണിയായപ്പോഴാണ് അത്തരത്തിലൊരു വിവരം ഈ ഡോക്ടർ പോലീസിന് കൈമാറിയത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ടൊരു 3 മണിക്കും 5 മണിക്കും ഇടയിലായിരിക്കണം ഇവിടെ കൊലപാതകം നടന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് അനുമാനിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇവിടുന്ന് കണ്ടെത്താൻ കഴിയുന്ന തെളിവുകളൊക്കെ തന്നെയും ഇവിടുന്ന് ശേഖരിച്ച് വരികയാണ്. 2 മൃതദേഹങ്ങളാണ് നിലവിലിപ്പോൾ ഈ വീട്ടിൽ ഉള്ളത്. ഒന്ന് ലത്തീഫിന്റെയും പ്രതിയുടെ അച്ഛന്റെ ജ്യേഷ്ഠനായ ലത്തീഫിന്റെയും അതുപോലെ തന്നെ ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയുടെയും മൃതദേഹമാണുള്ളത്. 2 ഇടങ്ങളിലായിട്ടാണ് ഈ മൃതദേഹങ്ങൾ ഇവിടെ ഉള്ളത്. ഒന്ന് ഈ ലത്തീഫിന്റെ മൃതദേഹം ഈ കയറി വരുന്ന ഹോളിൽ ഇരിക്കുന്ന നിലയിലാണ് ഉള്ളത്. ലത്തീഫ് ഒരു കൈലിയൊക്കെ ഉടുത്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്, ഇരിക്കുകയാണ് മൃതദേഹം. അതേപോലെ ഷാഹിദയുടെ മൃതദേഹം നോക്കുകയാണെങ്കിൽ അടുക്കളയിൽ കിടക്കുന്ന നിലയിലാണ് ഉള്ളത്. തീർച്ചയായിട്ടും ഈ അനിയന്റെ മകൻ വന്നപ്പോൾ ചായ ഇടാനോ മറ്റോ ആവശ്യത്തിനായി ഇവർ അടുക്കളയിലേക്ക് പോയതാകണം. പ്രതീക്ഷിക്കാതെ ഇയാൾ പുറകിൽ നിന്ന് ചെന്ന് അവരെ ആക്രമിച്ചിട്ടുള്ളതാകണം. അതുമാത്രമല്ല ഇവരുടെ വായിൽ തുണി തിരികെ വച്ച നിലയിലാണ് ഉള്ളത് എന്നും ഒരു പ്രാഥമികമായ വിവരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ദിവ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 6 പേരെയും കൊല്ലണമെന്ന് ഉറപ്പിച്ച് വന്ന ഒരാൾ ഒരു ഒച്ച പോലും പുറത്തു പോകരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാകണം അത്തരത്തിൽ വായിൽ തുണി അടക്കം തിരികെ വെച്ചുകൊണ്ട് ഒരു കൊലപാതകം ഇവിടെ നടത്തിയിരിക്കുന്നത്. ഈ 6 പേരെയും കൊന്നു
എന്ന് ഉറപ്പിച്ച ശേഷമാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. ഈ പറഞ്ഞതുപോലെ ഒരു ഹീറോയിക് ഇമേജിലെത്തി ഞാൻ 6 പേരെ 3 ഇടങ്ങളിലായി 6 പേരെ കൊന്നു എന്ന് പോലീസിനോട് പറഞ്ഞ് പോലീസിനെ അടക്കം ഒരു എന്താണ് സംഭവിച്ചത് എന്നറിയാത്ത തരത്തിലേക്ക് തള്ളിവിട്ടത്. പക്ഷേ ഇയാളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയത് ആദ്യം നടത്തിയ ഈ ഒരു ആക്രമണത്തിലായിരുന്നു. ഇയാളുടെ ഉമ്മ, ഈ പ്രതിയുടെ ഉമ്മയായ ഷമിയാണ് ആദ്യം ആക്രമണത്തിനിരയായത്. ഏതാണ്ട് ഉച്ചയ്ക്ക് 12:30യോടെയാണ് അവർ ആക്രമണത്തിനിരയായത്. എങ്കിൽ പോലും അവരാണ് ഏറ്റവും അവസാനം വരെയും ആ ഒരു ജീവന്റെ തുടിപ്പ് അവരിലാണ് ബാക്കിയുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും തന്നെ ആ അരുംകൊലയ്ക്ക് അടിമയായി ആ നിമിഷം തന്നെ മരിക്കുകയായിരുന്നു. പലയിടങ്ങളിലും പോലീസ് എത്തിയപ്പോഴേക്കും എല്ലാവരും തന്നെ ജീവനറ്റ നിലയിലായിട്ടുണ്ടായിരുന്നു. ഷമിക്ക് മാത്രമാണ് ഒരു ജീവന്റെ തുടിപ്പ് ബാക്കിയുണ്ടായിരുന്നത്. നേരത്തെ ആഷിഖ് പറഞ്ഞതുപോലെ പോലീസ് പറയുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ ആദ്യം നടത്തിയ കൊലപാതക ശ്രമമായതുകൊണ്ടാകാം, അല്ലെങ്കിൽ സ്വന്തം അമ്മയായതുകൊണ്ടാകാം. തീർച്ചയായിട്ടും ഒരമ്മയെ മകൻ സ്വബോധത്തോടെ ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഉപദ്രവിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഉണ്ടാകാവുന്ന ഒരു വെപ്രാളവും പേടിയും ഒക്കെ ആ കാര്യത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാകണം അത് പാളിപ്പോകുകയും അവർക്ക് ഒരു ജീവന്റെ തുടിപ്പ് ബാക്കിയാകുകയും ചെയ്തത്. പിന്നാലെ തന്നെ അവരെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ിലാണ് ഈ പ്രതി 3 ഇടങ്ങളിലെത്തി കൊലപാതകം 5 പേരെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഉമ്മയടക്കം കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ 3 സ്ഥലങ്ങളിൽ ഈ പ്രതി കൃത്യം നടത്തി മടങ്ങിയതിനു ശേഷം അയൽക്കാർക്കോ പ്രദേശവാസികൾക്കോ ഒന്നും യാതൊരു സംശയവും തോന്നിയില്ല. അങ്ങനെ ഒരു ഒച്ചയും ബഹളമോ ഒന്നും ഈ വീടുകളിൽ നിന്നൊന്നും ഉണ്ടായിരുന്നില്ലേ? ദിവ്യ, പാങ്ങോട് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഏതാണ്ട് ഒരു 30 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെയും നടന്നിരിക്കുന്നത്. അങ്ങനെയുള്ള 3 ഇടങ്ങളിൽ പോയാണ് ഇയാൾ ഈ ക്രൂരകൃത്യങ്ങളൊക്കെ തന്നെയും ചെയ്തിരിക്കുന്നത്. ആദ്യം ഇത്തരത്തിലൊരു കൊല നടത്താൻ ശ്രമിച്ചത് സ്വന്തം വീട്ടിലാണ്. ഈ ആഷിഖ് നിൽക്കുന്ന പെരുമലയിലുള്ള ആ വീട്ടിലാണ്. സ്വന്തം അമ്മയാണ് ആദ്യം അയാൾ കൊല്ലാൻ ശ്രമിച്ചത്. അത് നമ്മൾ ഇന്നലെ ആ സ്ഥലമൊക്കെ തന്നെയും കണ്ടതാണ്. അവിടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മതിലൊക്കെ കെട്ടി അതിനകത്ത് ഉള്ള ഒരു വീടാണ് അത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇടത്ത് അധികം പുറത്തേക്കൊന്നും ഒച്ച പോകാൻ സാധ്യതയില്ല. ആദ്യം ഈ അമ്മയെ ഉപദ്രവിക്കാൻ ഇയാൾ ശ്രമിക്കുന്നത് ആദ്യം മുഖം പൊത്തി അവരെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനാണ് ശ്രമിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒച്ച പുറത്ത് വന്നിട്ടുണ്ടാകില്ല. അങ്ങനെ ശ്വാസം മുട്ടി മരിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊല്ലാനുള്ള ഒരു ശ്രമത്തിലേക്ക് കടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ള ശ്രമമൊക്കെ തന്നെ നടന്നതുകൊണ്ട് അവർ ഒച്ചയും ബഹളമൊന്നും വെച്ച് കാണില്ല. അതുകൊണ്ട് കേട്ടിട്ടുണ്ടാവില്ല. രണ്ടാമതായി പോയത് ഈ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കാണ്. അവിടെ ചെല്ലുമ്പോഴും അവിടെയും തൊട്ടടുത്തുനിന്നും മറ്റ് വീടുകളിലുള്ള ആളുകളൊന്നും തന്നെ ഈ ഒച്ചയും ബഹളവും കേട്ടില്ല. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ SN പുരത്തുള്ള ഈ ലത്തീഫിന്റെ വീട്ടിലും സമാനമായ സാഹചര്യമാണുള്ളത്. ഈ പ്രദേശത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ഉള്ളിലേക്കിരിക്കുന്ന ഒരു ഒഴിഞ്ഞ പ്രദേശമാണ്. തൊട്ടടുത്തൊന്നും അങ്ങനെ വീടുകളില്ല. ഒരു 100 മീറ്റർ അപ്പുറത്ത് ഒരു വീടും ഈ വീടിന്റെ 2 വശങ്ങളിലായി ഓരോ വീടുണ്ട്. ഒരു 100 മീറ്റർ അപ്പുറത്തും ഒരു വീടുണ്ട്, ഇപ്പുറത്തെ സൈഡിലും അതുപോലെ 100 മീറ്റർ ഇപ്പുറത്തും ഒരു വീടുണ്ട്. പക്ഷേ ഇതും ഒരു ഒഴിഞ്ഞ പ്രദേശമാണ്. അങ്ങനെ വലിയ ശബ്ദമൊന്നും ഉണ്ടായാൽ കേൾക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രദേശമല്ലേ. മതിലൊക്കെ കെട്ടി അതിനകത്തിരിക്കുന്ന വീടാണ്. പുറകിലേക്ക് വലിയ പറമ്പാണ്. അപ്പം തൊട്ടടുത്ത് താമസിക്കുന്നതൊക്കെയും ഒരു വൃദ്ധ ദമ്പതികളാണ്. അപ്പോൾ അവർ സ്വാഭാവികമായും കേട്ടിട്ടുണ്ടാകില്ല. അത് മാത്രമല്ല ഈ ലത്തീഫ് ചിലപ്പോൾ ഒറ്റ അടിക്ക് തന്നെ മരണപ്പെട്ടിട്ടുണ്ടാകണം. അതുകൊണ്ട് അദ്ദേഹം വലിയ രീതിയിലുള്ള ബഹളം ഒന്നും വെച്ച് കാണില്ല. പക്ഷേ ഈ സ്ത്രീയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ലത്തീഫിന്റെ ഭാര്യയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവരുടെ വായിൽ തുണി തിരികെ വെച്ചിട്ടുണ്ടാകും. ദിവ്യ ഈ സംശയം ചോദിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒച്ചകളൊന്നും പുറത്തു വരാം. അവർ ചിലപ്പോൾ ഒച്ച വെക്കാൻ ശ്രമിച്ചു കാണും, അല്ലെങ്കിൽ പേടിച്ച് നിലവിളിച്ചിട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ശബ്ദം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് അവരുടെ വായിൽ അങ്ങനെ ഒരു തുണി തിരികെ വെച്ചിരിക്കുന്നത്. അവർ ഇട്ടിരുന്ന ഷോള് തന്നെയാണ് വായിൽ തിരികെ വെച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെയും സ്വാഭാവികമായും ആരും കേട്ടിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് ഇവരുടെ 2 പെൺമക്കളാണ് ഈ ലത്തീഫിനും ഭാര്യയ്ക്കും ഉള്ളത്. അവർ 2 പേരും വിവാഹിതരാണ്. അവർ ഈ വീക്കെൻഡ് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ മാത്രമേ അവരുടെ മക്കളുമൊക്കെ ആയി ഇവിടെ വീട്ടിൽ വന്ന് നിൽക്കാറുള്ളൂ. അപ്പോൾ ആ സമയത്തൊക്കെ മാത്രമാകും ചെറിയ കുഞ്ഞുങ്ങളുടെയൊക്കെ ബഹളം ഉണ്ടാകുക. ബാക്കി ഒരു വൃദ്ധ ദമ്പതികൾ താമസിക്കുന്ന വീടാണ്. ലത്തീഫും ഭാര്യയും മാത്രമാണ് ഉള്ളത്. ലത്തീഫ് വൈകുന്നേരങ്ങളിൽ മാത്രമാണ് അങ്ങനെ പുറത്തൊക്കെ പോകാറുള്ളത്. ലത്തീഫ് കുറച്ചു കാലം ഗൾഫിലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ചു കാലമായതേ ഉള്ളൂ വീട്ടിലിങ്ങനെ സ്ഥിരമായി ഒക്കെ നിൽക്കാൻ തുടങ്ങി. ഇപ്പോൾ വൈകുന്നേരം ഒരു 6 മണിക്ക്